ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഒരു പഴമൊക്കെ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും എന്താണ് ഇപ്പം ഇന്ന് പഴമൊക്കെ ആയിട്ടെന്നല്ലേ. അപ്പോൾ പഴമല്ല വേണ്ടത്, നമുക്ക് പഴത്തിൻ്റെ തൊലിയാണ് ഇപ്പം ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ പഴത്തിൻ്റെ തൊലിയാണ് കേട്ടോ. അപ്പോൾ ഈ പഴം അങ്ങനെ നാട്ടിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചെറുപഴത്തിൻ്റെയോ അല്ലെങ്കിൽ ചെറിയ സൈസിൽ വരുന്ന ഏതെങ്കിലും ഒരു പഴത്തിൻ്റെ തൊലി എടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഉണക്കിയെടുക്കണം കേട്ടോ. 1-2 ദിവസമൊക്കെ തന്നെ വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉണക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ ഉണക്കിയെടുത്തിട്ടുള്ള തൊലികളാണ് കേട്ടോ ഇതൊക്കെ. ഞാനൊരു ദിവസം വെച്ചിട്ടുള്ളൂ. നല്ല വെയിലുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ വെച്ചാൽ തന്നെ മതി. അപ്പോൾ ഇത് നല്ല നീളമുള്ള തൊലിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതിയിൽ കട്ട് ചെയ്തിട്ട് ഒരു പെറ്റലിൻ്റെ ഷേപ്പിലാക്കി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് എടുക്കുന്ന ആ ഭാഗം അത് കളയണ്ട കേട്ടോ, അത് നമുക്ക് ലീവ്സ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഒരു ഫ്ലവർ പെറ്റലിൻ്റെ രീതിയിൽ ഇങ്ങനെ അതിനൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ആ ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്നുകിൽ നമുക്ക് ലീവ്സ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പെറ്റൽസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരുമിച്ച് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. പിന്നെ അതിൽ നിന്ന് തന്നെ ഒരു പീസ് എടുത്തിട്ട് ചെറിയ സ്ട്രിപ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. നമുക്കതിൻ്റെ സെൻറ്ററിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാത്തിനും ഒന്ന് വൈറ്റ് പെയിൻറ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു വൈറ്റ് കോട്ട് ബേസ് കോട്ടായിട്ട് കൊടുത്തിട്ടാണ്, അത് ഡ്രൈ ആയതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ മുകളിൽ കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ വൈറ്റ് അടിക്കണ്ടെന്നാണെങ്കിൽ നിങ്ങൾ കളറ് മാത്രം ഉപയോഗിക്കണമെന്ന് വെച്ചാൽ 2 കോട്ടെങ്കിലും അടിക്കേണ്ടി വരും. എന്നാലേ അതൊരു നീറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ കാണാൻ. കാരണം ബ്ലാക്ക് കളറല്ലേ തൊലി വരുന്നത്. അപ്പോൾ ഒരു കോട്ട് മാത്രം അടിച്ചാൽ ശരിക്കും അതിനൊരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ ഒരു കോട്ടും കൂടെ എന്തായാലും അടിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം വൈറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ റെഡ് കളർ എടുക്കുമ്പോൾ അതിലൊരു ഇത്തിരി വെള്ളം കൂടെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ റെഡ് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലീവ്സിനൊക്കെ ഗ്രീനും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ മെറ്റാലിക് റെഡ് എടുത്തിട്ട് ജസ്റ്റ് ആ ഫ്ലവറിൻ്റെ പെറ്റൽസും ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. പെയിൻറ്റിങ് ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ, ഇത് വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാനങ്ങനെ റെഡിനെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ മെറ്റാലിക് കളർ വെച്ചിട്ട് ഗ്രീൻ ലീവ്സുകൾക്കും ഒന്നിങ്ങനെ ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചെറിയ സ്ട്രിപ്സിൽ യെല്ലോ പെയിൻ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. A4 സൈസിലുള്ളതാണ് കാർഡ്ബോർഡ് പീസ്. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പറും എടുത്തിട്ടുണ്ട്. അത് A5 സൈസിലുള്ളതാണ്. അപ്പോൾ ഇനി കാർഡ്ബോർഡിൽ നമുക്ക് ആ ചാർട്ട് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്ക് സൈഡിലേക്ക് മടക്കിയിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരു ഇംഗ്ലീഷ് ചാനലിൽ കണ്ടിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അവർക്കതിന് നല്ല വ്യൂവും കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 വീക്സ് കൊണ്ട് 2 മില്യൺ വ്യൂ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ട്രൈ ചെയ്താണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തരണേ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനങ്ങനെ ചാർട്ട് പേപ്പർ അതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ നമുക്കിതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. എത്ര ഫ്ലവേഴ്സ് വേണം എന്നുള്ളതൊക്കെ. ഫ്ലവറിൻ്റെ കളറും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടമുള്ളത് വെച്ചാൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാ ഞാൻ ലീവ്സ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ കേബിൾ വയർ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ 100-ലധികം ബോട്ടിലാട്ടുകൾ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കൂ. നമ്മുടെ ചാനലിൽ ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. പഴത്തിൻ്റെ തൊലി ഉണക്കാൻ വെക്കുമ്പോൾ തന്നെ നമുക്ക് പെറ്റൽസ് ഏത് രീതിയിലാണ് വേണ്ടത് വെച്ചാൽ ആ രീതിയിൽ മടക്കി വെച്ച് കൊടുത്താൽ മതി പഴത്തിൻ്റെ തൊലികൾ. അപ്പോൾ നമുക്ക് ഉണങ്ങി കിട്ടുമ്പോൾ അതേ ഷേപ്പിൽ തന്നെ കിട്ടും. ഇനി നമുക്ക് ചെറിയൊരു മൊട്ടും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 3 പെറ്റൽസ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഗ്ലൂ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുത്താൽ നമുക്കൊരു ബഡിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കിട്ടും. ഇപ്പോൾ ഇതാ നമുക്ക് അടിപൊളി ഒരു ബഡും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇവിടെയും കുറച്ച് ലീവ്സും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഓരോ ഫ്ലവറിൻ്റെയും സെൻറ്ററിൽ ആ സ്ട്രിപ്സുകൾ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ആ ലീവ്സിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയ സ്റ്റെം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഏറ്റവും താഴെ ഭാഗത്ത് ചെറിയൊരു സ്റ്റെമ്മും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടയിലൊന്നും രണ്ട് ഫ്ലവേഴ്സിൻ്റെ ഇടയിലൊന്നും സ്റ്റെമ്മ് വെച്ച് കൊടുത്തിട്ടില്ല. കാരണം ലീവ്സുകൾ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് സ്റ്റെമ്മിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റെമ്മ് വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വാർണിഷ് ഉണ്ടെങ്കിൽ എന്തായാലും അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിക്ചർ വാർണിഷാണ് കേട്ടോ. അപ്പോൾ ഏത് വാർണിഷായാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വാർണിഷ് അപ്ലൈ ചെയ്ത് നന്നായിട്ട് തന്നെ ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഒരുപാട് ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്താണ് എനിക്ക് പിക്ചേഴ്സൊക്കെ അയച്ചു തരിക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് ഉൾപ്പെടുത്താം. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ക്രാഫ്റ്റൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. താങ്ക് യു.